നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സർക്കിൾ ബേസ്ഡ് ഓഫീസർമാർ 2964 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ബിരുദധാരികളെ ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഈ നോട്ടിഫിക്കേഷൻ ഉള്ളനുസരിച്ച് വേക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. പോസ്റ്റിന്റെ പേര് സർക്കിൾ ബേസ്ഡ് ഓഫീസർ എന്നുള്ളതാണ്. ആകെ 2964 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ 2025 മെയ് 9 മുതൽ മെയ് 29 വരെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും. ഇതിന്റെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. അത് ടെൻറ്റേറ്റീവ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജൂലൈ 2025 നടക്കും എന്നുള്ളതാണ് ഓൺലൈൻ ടെസ്റ്റ്. അപ്പൊ നിങ്ങൾ ആ സമയത്ത് ഹോൾ ടിക്കറ്റ് ഒക്കെ ബാങ്ക് വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത് നേരിട്ട് പരീക്ഷയ്ക്ക് ഹാജരാകുക. ഇതേപോലത്തെ ഡീറ്റെയിൽസ് എല്ലാം https:/bank.sba/web/career/current openings എന്ന ലിങ്കിൽ ലഭ്യമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സെലക്ഷൻ പ്രോസസ്സിൽ 4 ഭാഗങ്ങളുണ്ട്. ആദ്യം ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. തുടർന്ന് സ്ക്രീനിങ്ങും ഇന്റർവ്യൂവും പിന്നെ ലോക്കൽ ലാംഗ്വേജിന്റെ പ്രൊഫഷൻസി ടെസ്റ്റും ഉണ്ടാവും. വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ 2964 വേക്കൻസികളിൽ കേരളത്തില് 116 വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ ഇവിടെയും ലഭ്യമാണ്. എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ എസെൻഷ്യലി ആയിട്ട് ലഭിച്ച ഏതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദമുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. അത് മെഡിക്കൽ ബിരുദമുള്ളവർക്കും എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ളവർക്കും കോസ്റ്റ് അക്കൗണ്ടന്റ് ഇതൊക്കെ ബിരുദമുള്ളവർക്കെല്ലാം അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രായം പറഞ്ഞിട്ടുള്ളത് 2025 ഏപ്രിൽ 30 അടിസ്ഥാനമാക്കി 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷവും OBC നോൺ ക്രിമിനലുകാർക്ക് 3 വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 മുതൽ 15 വർഷം വരെയും അതുപോലെ SOSM കാൻഡിഡേറ്റ്സിന് 5 വർഷം അവരുടെ സർവീസ് അനുസരിച്ചും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യമായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സെലക്ഷൻ പ്രൊസീജിയർ ഞാൻ പറഞ്ഞു. ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും. അതിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യങ്ങൾ 30 മാർക്ക്, ബാങ്കിങ് നോളജ് 40 ചോദ്യങ്ങൾ 40 മാർക്ക്, ജനറൽ അവയർനെസ് 30 ചോദ്യങ്ങൾ 30 മാർക്ക്, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 20 ചോദ്യങ്ങൾ 20, അങ്ങനെ 120 ചോദ്യങ്ങളും 120 മാർക്കും 2 മണിക്കൂർ സമയമായിരിക്കും ലഭിക്കുക. അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. 30 മിനിറ്റ് നിൽക്കുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിന് 50 മാർക്കായിരിക്കും. കാര്യം കൂടി മനസ്സിലാക്കുക. തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. എക്സാമിനേഷൻ സെന്ററുകൾ നമുക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാൻ കഴിയും. അപ്പം ആദ്യം റിട്ടേൺ ടെസ്റ്റിന് ശേഷം സ്ക്രീനിങ് ഉണ്ടാകും. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സ്ക്രീൻ ചെയ്തതിനു ശേഷമായിരിക്കും ഇന്റർവ്യൂവും പിന്നെ ഫൈനലായിട്ടുള്ള സെലക്ഷനും ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന കാര്യം ഓർത്തിരിക്കുക. അത് അവസാനമായിട്ട് ലോക്കൽ ലാംഗ്വേജിന്റെ പ്രൊഫഷൻസ് കേരളത്തിൽ നിയമനം ലഭിക്കുന്ന ഒരു മലയാളം നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. എക്സ്റേ അതുപോലെ എക്സാമിനേഷൻ സെന്ററുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാം. പക്ഷെ പിന്നീട് അത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സെന്ററുകൾ നമുക്ക് നോക്കാം. ശമ്പളം പറയുകയാണെങ്കിൽ 48,480 രൂപയാണ് അടിസ്ഥാന ശമ്പളം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 48,480 മുതൽ 85,900 സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി ഓഫീസറായിട്ടുള്ള സ്കെയിലായിരിക്കും. അതോടൊപ്പം ബേസിക് പേയോടൊപ്പം മറ്റ് DA, HR മറ്റ് അലവൻസുകളൊക്കെ ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സർക്കിൾ ബേസ് ഓഫീസേഴ്സ് എന്ന പോസ്റ്റിലായിരിക്കും അറിയപ്പെടുന്ന പ്രൊബേഷനായിട്ട് 6 മാസം ബാങ്കുമായിട്ട് പ്രൊബേഷൻ ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് OBC കാൻഡിഡേറ്റ്സ് 750 രൂപയാണ് ഫീസ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസിലെ ബാക്കി എല്ലാവരും നിർബന്ധമായും 750 രൂപ ഫീസായിട്ട് കൊടുക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അപേക്ഷിക്കാൻ തീയതി ഞാൻ പറഞ്ഞു മെയ് 9 മുതൽ മെയ് 29 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും https:/bank.sba/web/career/current openings ലിങ്കിൽ ലഭ്യമാണ്. നിങ്ങൾ ബാങ്കിന്റെ വെബ്സൈറ്റ് ഇടയ്ക്ക് സന്ദർശിക്കുക. അപ്ഡേറ്റ്സ് ഒക്കെ അവിടെ ആയിരിക്കും. ഈ വെബ്സൈറ്റിൽ നിന്ന് വേണം നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിരുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പോസ്റ്റിൽ അയച്ചു തരുന്നതല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതുകൊണ്ട് ഇടയ്ക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇടയ്ക്ക് ബാങ്കിന്റെ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. അത് മറന്നു പോകരുത്. അപ്പം ഈ സൈറ്റ് കൂടെ ഞാൻ പറയാം. https:/bank.sba/web/careers/current openings എന്നുള്ള സൈറ്റാണ് നോക്കേണ്ടത്. ഇനി എക്സാമിനേഷൻ സെന്ററുകൾ നോക്കാം. കേരളത്തിലെ എക്സാമിനേഷൻ സെന്റർ പറയുകയാണെങ്കിൽ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഇത്രയും എക്സാമിനേഷൻ സെന്ററുകൾ കേരളത്തിലുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യാൻ സെന്റർ പിന്നീട് മാറ്റാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. താല്പര്യമുള്ളവർക്ക് മെയ് 29 മുമ്പ് അപേക്ഷിക്കുക. ഈ അവസരം പരമാവധി ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലകൾക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.